വളരെയധികം എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് ഒരു ഫിലിം തിയേറ്ററിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പടക്കളം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു ദാറ്റ്. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെൻറ്റിൽ? അല്ല, ഇത് ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു, ബിക്കോസ് തുടരും എന്ന് പറയുന്ന സിനിമ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടക്കളം എന്ന് പറയുന്ന ഒരു എന്താണ് ആ ജോണറെന്ന് മനസ്സിലാവാതെ ഇപ്പം പലരും എന്നോട് സിനിമ കണ്ടിട്ട് ചോദിച്ചു, ഒരു ജസ്റ്റ് ഒരു കോമഡി ഫിലിം എന്നാണ് വിചാരിച്ചത്. ബിക്കോസ് അതിൻ്റെ ഒരു പോസ്റ്ററിൻ്റെ മൂഡോ അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രീ റിലീസ് ഇൻ്റർവ്യൂസിൽ നമ്മൾ അതിൻ്റെ ഒരു സർപ്രൈസ് എലമെൻറ്റ്സ് അധികം റിവീൽ ചെയ്യാതുള്ളൊരു പ്രൊമോഷനാണ്, വളരെ സട്ടിലായിട്ടുള്ളൊരു പ്രൊമോഷനിലാണ് വരുന്നത്. അപ്പോൾ ഇത് കോളേജ് അവധിക്ക് തന്നെ റിലീസ് ചെയ്യണം എന്ന് ഒരു എൻ്റെ പ്ലാനിൽ അതുണ്ടായിരുന്നു. കാരണം ഫാമിലിയായിട്ട് ഒരുമിച്ച് ഒരു കുടുംബത്തിന് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പേർപ്പസ്ലി അതിനകത്ത് ഒരു തെറിവാക്കോ അല്ലെങ്കിൽ ഒരു സ്മോക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാം. അപ്പം ഒരു സർപ്രൈസ് ജോണറായിരുന്നു. സോ വി വർ കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ്. ബട്ട് കണ്ടന്റിൽ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്തിരുന്നു. ലൈക്ക് ഈ കണ്ടന്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടും, അത് എൻ്റർടൈനിങ് ആണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തുടരും തിയേറ്ററിൽ വളരെ ശക്തമായിട്ട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, റിലീസ് മാറ്റി വയ്ക്കുന്നോ, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊച്ചുപടം ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. അത് കൂടാതെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ 3-4 സിനിമകൾ വേറെയുണ്ട്. ലിസ്റ്റൺ ദിലീപ് കോംബോ സിനിമ വരുന്നു. അപ്പോൾ ഐ സെഡ് എനിക്ക് ഒന്നാമത്തെ പ്രശ്നം 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആടിൻ്റെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ആടിൻ്റെ ഷൂട്ട് തുടങ്ങുന്നു. ഒരാഴ്ച പോലും ഇല്ല. അത് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഇതിൻ്റെ റിലീസ് ഇതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് നടന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. ഓരോ ഡേറ്റ് നോക്കുമ്പോഴിപ്പം ആദ്യം ഫെബിൽ ഇറക്കാൻ നോക്കി, അപ്പം കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയില്ല. അത് കൂടാതെ ഫെബിലും ഇതേപോലെ ഇത് വാലന്റൈൻസ് ഡേക്ക് Feb 14 ഇറക്കണം എന്ന് വിചാരിച്ചാണ്. അത് നടന്നില്ല. അതിനുശേഷം പിന്നെ നോമ്പ് കാലമായി. അതിനുശേഷം എമ്പുരാൻ വന്നു. എമ്പുരാൻ്റെ കണ്ടിന്യൂഷനായിട്ട് വിഷുവിന് 4 പടങ്ങൾ വന്നു. ഒരേ ജോണർ എന്ന് പറയാൻ പറ്റില്ല, ഒരേ ടാർഗറ്റ് ഓഡിയൻസാണ്. ഇപ്പം ജിംഖാനയും മരണമാസും അതേ ഒരു യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് വെച്ച് അതും ഒഴിഞ്ഞു നിന്നു. അപ്പോൾ April 26 റിലീസ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വിഷു കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ പ്ലാൻ തുടങ്ങി. ആ ഡേറ്റിൽ തന്നെ തുടരും വന്നു. പിന്നെ എപ്പോൾ എന്നിങ്ങനെ ആലോചിച്ചു. ആടിൻ്റെ ഷൂട്ട് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ കണ്ടൻറ്റ്. ഇന്ന് നമ്മൾ 4 ആഴ്ച കഴിഞ്ഞ് 5-ാം ആഴ്ചയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ലൈക്ക് അക്സെപ്റ്റ് ചെയ്തു. ഇറ്റ്സ് ബിക്കം എ സൂപ്പർ ഹിറ്റ്. ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതൊരു 11-ാം ദിവസം തന്നെ ഞാൻ പ്രോഫിറ്റിലെത്തി. എനിക്ക് സന്തോഷം വന്നാലല്ലേ ഉള്ളൂ. ചിലപ്പോൾ സംഭവിക്കാറുള്ളത്, പടം സൂപ്പർ ഹിറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യും. ചിലപ്പോൾ കോസ്റ്റ് കൂടുതലോ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സന്തോഷം വരണമെന്നില്ല, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും അച്ചീവ് ചെയ്തു. കാരണം എനിക്ക് ഇത്രയും മെസ്സേജസ് വന്ന ഒരു സിനിമ, അതായത് എല്ലാവരും ഒരു നെഗറ്റീവ് പോലും പറയാതെ കാണുന്നവരെല്ലാം, അത് റിവ്യൂവേഴ്സ് ആണെങ്കിലും അത് നോർമൽ ഓഡിയൻസ് ആണെങ്കിലും കണ്ടവരെല്ലാം, ഇപ്പോൾ എനിക്ക് ഹോം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്, അത് വേറൊരു ജോണറാണ്, എനിക്ക് ഇത്രയും മെസ്സേജസ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുള്ളത് ഇതിനാണ്. പ്രോബബ്ലി ചിലപ്പോൾ മങ്കിപ്പൻ പോലൊരു സിനിമയ്ക്ക് വന്നേക്കാം, പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ ആക്റ്റീവായി ഇത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് റിലീസ് ചെയ്ത ഒരു സിനിമ എന്ന ഇതും കൊണ്ടും കൂടെ ആയിരിക്കാം അത്രയേറെ മെസ്സേജസ് എനിക്ക് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഹോളിഡേ മൂഡിൽ വളരെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത്. കൊച്ചുപടം നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഇത് കൊച്ചുപടം അല്ലായിരുന്നു. അതാണ് എല്ലാവരും കൊച്ചുപടം നമ്മൾ ഈ കാസ്റ്റ് വെച്ചിട്ട് അതിനെ അസസ് ചെയ്യുന്ന ഒരു പ്രവണത മലയാളത്തിലുണ്ട്. പക്ഷെ ഞാനങ്ങനെ കാസ്റ്റ് വെച്ചിട്ട് പോകുന്ന ഒരാളല്ല. നമുക്ക് ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നുന്ന കാസ്റ്റിനെയാണ് നമ്മൾ വയ്ക്കാറ്. അത് ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ബാനറിനെ വിശ്വസിക്കൂ. ബിക്കോസ് പുതുമുഖ ഡയറക്ടറെയാണ് കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിനൊരു പാസ്റ്റ് ഇല്ല. സോ ആൻഡ് വെൻ യു ലുക്ക് അറ്റ് ദ കാസ്റ്റ്, ഓക്കെ, അമേസിങ് ആക്ടേഴ്സ്, ബട്ട് വാട്ട് യു കോൾ ഇറ്റ്, ദ സ്റ്റാർഡം എന്ന് പറയുന്ന, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. സ്റ്റാർഡം എന്ന് പറയുന്നത് ആദ്യ ഡേയിൽ ഐബോൾസിനെ അട്രാക്റ്റ് ചെയ്യാനും ഫുട്ഫോൾസ് ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാളത്തിൽ ഇനി എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും സിനിമ മോശമാണെങ്കിൽ അത് വാഷ് ഔട്ടായി പോകും. അപ്പം അതുകൊണ്ട് ഐ ഫോക്കസ് ഓൺ കണ്ടൻറ് ആൻഡ് ഐ ടേക്ക് ആക്ടേഴ്സ് ഹു ക്യാൻ പെർഫോം ദറ്റ് ക്യാരക്ടർ ടു ദ ബെസ്റ്റ് ആൻഡ് ഹു ആർ
ഇപ്പോൾ ഹോമിൽ ഞാൻ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് ആ സിനിമ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് ഇന്ദ്രൻ ചേട്ടനാണ് ആ സമയത്ത് ആപ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. പലരും ചോദിച്ചു ഇതെങ്ങനെ വർക്കൗട്ട് ആവും. ഞാൻ പറഞ്ഞു അത് ലെറ്റ്സ് ഫോക്കസ് ഓൺ കണ്ടന്റ്. വർക്കൗട്ടായ അവാർഡ് ലെറ്റ്സ് ഫോക്കസ് ഓൺ കണ്ടന്റ്. കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആയാൽ ഒരു സിനിമ വർക്കാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പടക്കളത്തിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിലും അവർ ഭയങ്കര ത്രിൽഡായിരുന്നു. ആ ഫിലിം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിലും അവർ ആ ക്യാരക്ടറിൽ ഇപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. ഷറഫുദ്ദീൻ്റെ ഒക്കെ ഓരോ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ഇതിൽ അഴിഞ്ഞാടി അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷറഫ് ആദ്യം തൊട്ടേ ഇത് സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞാൻ പോയി ഇരുന്ന് ഇത് ഓൾമോസ്റ്റ് കൺവിൻസ് ആയി കഴിഞ്ഞ് പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പുള്ളി ചോദിച്ചു. ഞാൻ അതിനെല്ലാം ഉത്തരം പറഞ്ഞു. പുള്ളി വളരെ ഒരുപാട് സിനിമകളിൽ പോയി അഭിനയിക്കുന്ന ആളല്ല. ഐ മീൻ ഈസ് വെരി സെലക്റ്റീവ് ആൻഡ് ഈസ് വെരി ക്ലിയർ ഇൻ വാട്ട് ഹി വാണ്ട്സ് ടു നോ അബൌട്ട് ദറ്റ് ക്യാരക്ടർ. ആൻഡ് വൺസ് പുള്ളി ആ ക്യാരക്ടറിലേക്ക് എത്തിയാൽ പുള്ളി തരുന്ന ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണ്. ഐ തിങ്ക് ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ പടക്കളം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വേറെ മലയാളത്തിലില്ല. നമുക്ക് സുരാജിന് ഒരുപാട് വെറൈറ്റി റോൾസ് കിട്ടിയിട്ടുണ്ട്, സുരാജിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അത്രയും മാനറിസംസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഫസ്റ്റിലുള്ള ഒരു മാനറിസം അല്ല സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ഇടയിൽ പെട്ടെന്ന് ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റിനെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി ഇത് ചെയ്തത്, ആക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ആ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇതിൽ തന്നെ പുള്ളി നോക്കിയിട്ട് എൻ്റെ ബാക്ക് ഇങ്ങനെയാണോ എന്ന് പറയുമ്പോൾ ഞാൻ സീനിലുണ്ട്, അവിടെ ബാക്കിലുണ്ട്. ഞാൻ തന്നെ അറിയാതെ ഷൂട്ട് ലൊക്കേഷനിൽ നിന്ന് ചിരിച്ചു പോയി. വേറെ ഉണ്ടായിരുന്നു 2-3 ഹ്യൂമർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരക്ടറിന് അത്രയും ചേഞ്ച് ഓവർ വേണ്ടെന്ന് പറഞ്ഞ് മനു അത് അതൊക്കെ കൈനിടുന്നതാണ്. ഹി ഹാസ് ഇംപ്രൂവൈസ്ഡ് എ ലോട്ട്. ഐ മീൻ സുരാജും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യും. സ്പോട്ട് ഇംപ്രൂവൈസേഷൻ ചെയ്യുന്ന ആക്ടേഴ്സ് വളരെ കുറവാണ് മലയാളത്തിൽ. പക്ഷേ ഐ മീൻ വളരെ രസമായിട്ടുള്ള സ്പോട്ട് ഇംപ്രവൈസേഷൻസ് അതിൽ അങ്ങനെ 2 ആക്ടേഴ്സിന് ഈ സിനിമയിൽ കിട്ടി എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്നു. എവിടെ നിന്നാണ് ഇത്രമാത്രം ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളത്? അല്ലെങ്കിൽ എന്താണ് താങ്കളെ എനിക്ക് വേറൊരു പണിയും ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ തന്നെയാണ്. ഞാൻ വേറൊരു ഫീൽഡിലും വർക്ക് ചെയ്തിട്ടില്ല. സോ ദോ ഐ ഹവ് കം ഇൻ ടു ഫിലിം ഇൻഡസ്ട്രി ഓൺലി 12 years ബാക്ക്. ബട്ട് അതിന് മുമ്പും എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. സ്ക്രീനിൻ്റെ വലുപ്പം മാറിയെന്നേ ഉള്ളൂ. ഫ്രം സ്മോൾ സ്ക്രീൻ ടു ബിഗ് സ്ക്രീൻ. ഒരു ചെറിയ ടെലിവിഷനിൽ നിന്നും ഇങ്ങോട്ട് വന്നു. ബട്ട് ദ ടെലിവിഷൻ ഹാസ് ഗിവൻ മി എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ്, നമ്മൾ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു ഹോം വ്യൂയിങ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ആഴ്ചയും നമുക്ക് TRP റേറ്റിംഗ് കിട്ടുമ്പോൾ ഓരോ ആഴ്ചയും ഇവാലുവേഷൻ നടക്കുകയാണ്. എന്താണ് ഇന്ന് റേറ്റിംഗ് കൂടാൻ കാരണം, എന്താണ് ഇന്ന് റേറ്റിംഗ് കുറയാൻ കാരണം. അപ്പം നമ്മൾ ആ ഡയറക്റ്റ്ലി ഈ റേറ്റിങ്ങിൽ ഒരുപാട് സയൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഫാമിലി ഓഡിയൻസിൻ്റെ പൾസ് അസസ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ എത്രയോ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ റേറ്റിംഗ് കൂടിയത്, എന്താണ് ഈ എപ്പിസോഡിന് റേറ്റിംഗ് കൂടിയത്, അല്ലെങ്കിൽ അതൊരു സിറ്റ്കോം ആണെങ്കിലും അതൊരു റിയാലിറ്റി ഷോ ആണെങ്കിലും അതൊരു ഫിക്ഷൻ ആണെങ്കിലും നമ്മൾ അതിനോരോന്നിനും ഓക്കെ ഇന്ന ഒരു ആക്ടർ വന്ന് ഇന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് അതിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ഹ്യൂമർ അതിൽ വന്നിട്ടുണ്ട്, അത് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങുന്നു. പിന്നെ ആഫ്റ്റർ സം ടൈം അത് ചിലപ്പോൾ ബോർഡായി തുടങ്ങും ഓഡിയൻസിന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. വേറൊരു ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾ ബിഗ് സ്ക്രീനിലേക്കും കൊണ്ടുവരുന്നു. ഞാൻ ഈ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുമ്പോൾ ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു ഇത് വേണം. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. ഇപ്പം മങ്കി പെൻ ആണെങ്കിലും അതും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണണം. കഴിവതും അതിൽ ആൽക്കഹോളോ സിഗരറ്റ്സോ അല്ലെങ്കിൽ ഒരു ബാഡ് വേർഡോ അല്ലെങ്കിൽ ഒരു അബ്യൂസോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആവാം. അപ്പോൾ ഈ നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡ്രിങ്കിങ് സീനുണ്ട്. പക്ഷേ അതൊരു അരോചകമായിട്ടോ അതല്ലെങ്കിൽ ഒരു യങ്സ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലോ ഉള്ളൊരു സീനല്ല. അങ്ങനെ സിനിമകൾ നിർമ്മിക്കണം എന്ന് തുടങ്ങി നമ്മൾ മങ്കിപ്പൻ തൊട്ടിട്ട് അടികപ്പ്യാരി കൂട്ടമണി തൊട്ട് ഇന്ന് പടക്കളം വരെ എത്തി നിൽക്കുമ്പോൾ 22 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഐ എൻജോയ് ദ പ്രോസസ്സ്. ഞാൻ ഒരു സിനിമയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള ഐ ബാങ്ക് റോൾ ദ ഫിലിം, ഐ ഇൻവെസ്റ്റ് ദ മണി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഫൈനൽ കണ്ടൻറ്റ് കാണുന്ന ഒരാളല്ല. I enjoy the process. I enjoy the process of script selection. I enjoy the process of breaking it up and doing the costing. I do the casting. Then
അത് ആ ഷൂട്ടിംഗ് പ്രോസസ്സ്, ഇംപ്രവൈസേഷൻസ് ടു എഡിറ്റിംഗ് ടു RR ടു ഓൾ ഏരിയാസ്. അപ്പം അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ന്യൂ കമേഴ്സിന് അറിയാം. ഐ മീൻ വാട്ട് ഐ ബ്രിങ് ടു ദ ടേബിൾ. ഐ നോട്ട് ഓൺലി ഇൻവെസ്റ്റ് മണി, ബട്ട് ഞാൻ ചിലപ്പം ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാറുണ്ട് ഡയറക്ടേഴ്സുമായിട്ട്. ഓരോ ഏരിയയിലും ചിലപ്പോൾ അവർ ജയിക്കും, ചിലപ്പോൾ ഞാൻ ജയിക്കും. അതിൻ്റെ ഓരോ സീൻ, ഈ സീൻ വേണോ, ഈ സീൻ വേണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ എന്ന് പറഞ്ഞ് ഓരോ ഏരിയയിലും ഞാൻ ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. ആ ഇൻ്റർഫിയർ അതുകൊണ്ടായിരിക്കാം ഞാൻ കൂടുതലും ന്യൂ കമേഴ്സിനോട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അത് അങ്ങനെ സംഭവിക്കുന്നതും. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഒരു സീനിയർ ഡയറക്ടറാണെങ്കിൽ അത് നമ്മൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ദേ ആർ മോർ എക്സ്പീരിയൻസ് ദാൻ ദാറ്റ് പ്രോബബ്ലി. അപ്പം പിന്നെ ചോദിക്കാനും എനിക്ക് മടിയാണ്. അപ്പം ഞാൻ ഓക്കെ, അപ്പം അങ്ങനെ പിന്നെ അതെനിക്ക് വർക്കാവുന്നുണ്ടോ എന്ന് മാത്രമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു ന്യൂ കമറിൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു ഹോപ്പാണ്, ലൈക്ക് ദേ ഓൾസോ റെസ്പെക്ട് യു, ദേ ട്രസ്റ്റ് യു, ദേ ട്രസ്റ്റ് യുവർ ജഡ്ജ്മെൻറ്റ്. സോ വെൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്യും. ചിലപ്പോൾ അവർ ആലോചിച്ചിട്ട് പറയും, ചേട്ടാ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, യു ആർ റൈറ്റ്. ഞാൻ പറയുന്ന എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നവരെയും എനിക്ക് ചിലപ്പോൾ വർക്കാവില്ല. കാരണം ദെൻ വൈ ഡിഡ് യു കം ഹിയർ? അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് റീസണിങ് തരിക, അല്ലെങ്കിൽ അത് ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ഐ അക്സെപ്റ്റ്, ദർ വിൽ ബി സം പോയിന്റ് ഓഫ് ടൈം വി ആർ ഡാം ഷുവർ ദർ ഇസ് എ മിസ്സിംഗ് ലിങ്ക് ഇൻ ദറ്റ്, ഡാം ഷുവർ. നമ്മുടെ ഇതെന്താ ഇങ്ങനെ വരുന്നത്? അവിടെ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല, കാരണം വി ഹവ് സീൻ ഇറ്റ് ഓൾസോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള സിനിമകളാണ് ഒട്ടുമിക്ക സിനിമകളെല്ലാം. അപ്പം ആദ്യം ചിലപ്പോൾ ടൈറ്റിൽ എക്സൈറ്റ് ചെയ്യും, ആ ടൈറ്റിലിൽ നിന്നും സ്റ്റോറി ഹുക്കിലേക്ക് എക്സൈറ്റ് ചെയ്യും, അതിലേക്ക് ക്ലൈമാക്സിലേക്ക് എക്സൈറ്റ് ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ് പടക്കളം വരെയുള്ള എല്ലാ സിനിമകളും എന്ന് പറയാം, എക്സെപ്റ്റ് അങ്കമാലി ഡയറീസ്. അത് ലിജോ പെല്ലിശ്ശേരി, ചെമ്പൻ, അവർ അങ്കമാലിയിൽ ജനിച്ചവർ, അങ്കമാലിയിൽ വളർന്നവർ, അങ്കമാലിയെ പറ്റിയൊരു കഥ പറയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കയറി ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവിടുത്തെ ആ ലൈഫ് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു സീനിൽ പോലും ഇടപെടാത്ത ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്കമാലി ഡയറീസ് ആയിരിക്കും. പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഈ ബഡ്ജറ്റിന് പുറത്തൊക്കെ ഈ ഷൂട്ട് പോകുമ്പോഴേ നമ്മൾ എസ്റ്റിമേറ്റ് ആയിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ബഡ്ജറ്റും കടന്ന് പോകുമ്പോൾ നെഞ്ചിൽ കയറാറുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ പിടിക്കാൻ നോക്കും. നമ്മൾ മാക്സിമം നമ്മളൊരു സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഇത് കൂടുന്നു, നമ്മളൊരു ഇത്ര ദിവസത്തിൽ ഇത്ര ഇത് സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ പടക്കളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പടക്കളം ഏകദേശം ഒരു ഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയപ്പോൾ നമ്മൾ വിസിറ്റ് ബാക്ക്, അല്ലേ, ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ടേബിൾ ആൻഡ് വി സേ ഓക്കെ ഇതിങ്ങനെ പോയിട്ടുണ്ട്, അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇത് ഉള്ളിലേക്ക് കൊണ്ടുവരിക, ഇത് ഓൾറെഡി ഓവർബോർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറ്റ്സ് പ്രൊഫഷണലി അത് സിനിമയെ എഫക്റ്റ് ചെയ്യാതെ ഇത് എങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കും, മാക്സിമം പിടിക്കാൻ നോക്കും. പിന്നെ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും. മഴ, ഇപ്പോൾ ആട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വലിയ 3 സെറ്റുകളാണ് ഇട്ടത്. ആ വലിയ 3 സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അതിൻ്റെ ഹെവി സീൻസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഹെവി ആയിട്ടുള്ള സീൻസ് ഉണ്ട്. സോ വാട്ട് മീ ആൻഡ് മിഥുൻ ഡിസൈഡഡ് ഇസ് നമ്മൾ ഏറ്റവും ഹെവിയസ്റ്റ് പോർഷൻസ് ആദ്യം തീർക്കാം. അപ്പോൾ അതെവിടെ ചെന്ന് എത്തുന്നു അതനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പിടിക്കാം. അങ്ങനെ ഒരു പ്ലാനിൽ ഓക്കെ ലെറ്റ്സ് ഗോ ഹെവി എന്ന് പറഞ്ഞിട്ട് 550 പേരാണ് സെറ്റിലുള്ളത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ പ്രകാരം മെയ് 5 തുടങ്ങുക എന്നുള്ളത്, അതായത് മഴയ്ക്ക് മുമ്പ് ഇൻഡോർ കയറാം കുറച്ച്. പക്ഷേ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ 15th ആയിപ്പോയി. ശരി, 15 ഡേയ്സിൽ ഈ 3 സെറ്റിൻ്റെ പരിപാടി തീർക്കാം, എന്നിട്ട് ഇൻഡോർ കയറിയിട്ട് മഴ കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങാം. പക്ഷേ കാലവർഷം നേരത്തെ വന്നു. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കാലവർഷം 15 വർഷങ്ങൾ. ആടിന് അങ്ങനെ ഒരു ഐശ്വര്യമുണ്ട്, എപ്പോൾ തുടങ്ങിയാലും മഴയാണ്. ആട് 1-നും മഴയായിരുന്നു, ആട് 2-നും 12 ദിവസം ഞങ്ങൾ വെറുതെ ഇരുന്നു. ആ ഐശ്വര്യം എന്ന് പറഞ്ഞു, ഇത് വല്ലാത്തൊരു ഐശ്വര്യമായി പോയി. ഏകദേശം 1 കോടി രൂപ കയ്യിൽ നിന്ന് പോയൊരു ഐശ്വര്യം, അത്ര ഐശ്വര്യം വേണ്ട. അപ്പോൾ 3 സെറ്റ് ഇട്ടു, 2 കഴിഞ്ഞു. 2 രണ്ടാമത്തേൽ മഴ. ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞത്. പ്രോബ്ലം മീൻസ് നമുക്ക് 1/2 ദിവസം പോയാൽ അത്രയും പെർ ഡേ കോസ്റ്റ് അത്രയും പോവാണ്. അപ്പം
6 ദിവസം ഷൂട്ട് ചെയ്യേണ്ടത് 9 ദിവസത്തേക്ക് കഴിഞ്ഞു. അപ്പം 3 ദിവസത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൊച്ചിയിലൊരു 1 BHK ഫ്ലാറ്റ് അല്ലെങ്കിൽ 2 BHK വാങ്ങിക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്ലാറ്റ് പോയി. അങ്ങനെ 3ാമത്തെ സെറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനായി. അത് ഇൻഡസ്ട്രിയൽ കവറിങ് ഇട്ട് കവറൊക്കെ ചെയ്തു. പക്ഷെ ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവിടെ സെറ്റും ഇല്ല കവറും ഇല്ല, എല്ലാം ഒലിച്ചു പോയി. അപ്പോൾ അതൊരു 10-75 ലക്ഷം രൂപയ്ക്ക് ഇട്ടിരിക്കുന്ന സെറ്റാണ്. ശരിക്കൊരു വേദന ഉണ്ടാവില്ലേ? എനിക്ക് അപ്പോൾ അതൊക്കെ പിടിക്കണം, ഇനി അതൊക്കെ പിടിച്ച് ഇടണം. പക്ഷേ അത് നമ്മളൊരു സിനിമയാണ് നിർമ്മിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദ പ്രോഡക്റ്റ് ഇസ് ഗുഡ്, ദിസ് കംസ് ബാക്ക്. ബട്ട് സിനിമ ഒരു ഹൈ റിസ്കി ബിസിനസ്സാണ്. സിനിമ ഒരു ഹൈ റിസ്കി ഏരിയ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സിനിമ. അതുകൊണ്ട് സിനിമയിൽ വന്നിട്ട് എൻ്റെ പൈസ പോയി എന്ന് പറയുന്നവരോട് എനിക്ക് ഇതില്ല. സിനിമയിൽ വന്നാൽ പൈസ പോകാൻ സാധ്യതയുണ്ട്. ഹൈ റിസ്ക് പരിപാടിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് അറിഞ്ഞുകൊണ്ട് മാത്രം വരിക. അല്ലാതെ സിനിമയിൽ വന്നിട്ട് പൈസ പോയി എന്ന് അതറിയണം, അതറിഞ്ഞ് തന്നെ വരണം. അറിയാത്ത ഒരാൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് അത് പഠിച്ചിട്ട് വരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ലേൺ അതർവൈസ്, അല്ലെങ്കിൽ അൺലെസ് യു ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്, അതർവൈസ് യു ലേൺ ദ ഹാർഡ് വേ. യു മൈറ്റ് ലൂസ് മണി. എന്നാൽ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെങ്കിൽ വരിക. അല്ലെങ്കിൽ ഓക്കെ ഇത് എനിക്ക് എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ ഇത് പോയാൽ പിന്നെ ഞാൻ കടത്തിലാവും എന്നുള്ളവർ വളരെ സൂക്ഷിച്ച് മാത്രം സിനിമയിൽ വരണമെന്ന് പറയുന്ന ഒരാളാണ്. വിജയ് ബാബുയുടെ ഉപദേശം അല്ല, എൻ്റെ ഉപദേശം എന്നല്ല, അങ്ങനെ ആവണം. അത് ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഹൈ റിസ്കി ഇതാണ്. നമ്മൾ 120, അതായത് ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ. ഒരു വർഷത്തോളം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുക, ആൻഡ് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാം. വേറൊരു ഇൻഡസ്ട്രി ഉള്ളൂ അങ്ങനെ, ക്രാക്കേഴ്സ്. ഒരു വർഷം ഉണ്ടാക്കുന്നു, ഒരു ദിവസം പൊട്ടിച്ചു തീർക്കുന്നു. അപ്പം അതേപോലെ അതുപോലെ അല്ലേ, ഒരു വർഷം ഇത് ആലോചിക്കാം, അത് ഏത് ഇൻഡസ്ട്രി പടക്കം ഒരു വർഷം ഇവർ ഉണ്ടാക്കും, എന്നിട്ട് ഒരു സീസണിലാണ് അത് പൊട്ടിച്ചെടുക്കണത് അല്ലേ, അല്ലെങ്കിൽ 2 സീസൺ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ വളരെ 100-120 ദിവസം കഷ്ടപ്പെട്ടു. അതൊക്കെ ശരി തന്നെയാണ്. അപ്പം നമുക്കൊരു ബാഡ് റിവ്യൂ വരിക, അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, എൻ്റെ സിനിമേനെ കൊന്നു, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു പുട്ട് യുവർ 100%. ശരിക്കും ഇപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ വേദന അറിയുന്ന ഒരാളാണ്, ആക്ടർ കൂടിയാണ്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് വരെ ആഗ്രഹിക്കുന്ന അതിനെക്കുറിച്ച്. ബിക്കോസ് അത് വളരെ ഈസിയാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനൊന്നും അല്ല. നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആക്ടേഴ്സിനെ കൊണ്ടുവരാം. ബിക്കോസ് എല്ലാവരും ബിസിയാണ്. അപ്പോൾ അവർക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സിനിമ സെലക്ട് ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റ് നല്ലതായതുകൊണ്ട് മാത്രമല്ല, അവർക്ക് അത് ചെയ്യാൻ അതിൻ്റെ കംഫർട്ട് സോൺ വേണം. അതുപോലൊരു ജോണർ വേറെ ചെയ്യുന്ന അത് നമുക്ക് ചിലപ്പോൾ അറിയില്ലല്ലോ. അവർ ചിലപ്പം അവർക്കൊരു ഇതുണ്ടാവും, പ്ലാൻ ഉണ്ടാവും, ഞാൻ ഇനി ഇങ്ങനത്തെ ജോണറായിരിക്കും ചെയ്യേണ്ടത്. അത് അവരുടെ പ്ലാനാണ് അല്ലേ. അപ്പം നമ്മുടെ ഒരു സിനിമ നന്നായി, നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായി, അതെന്താ അയാൾ ചെയ്യാത്ത? ഹീ ഈസ് ഓൾസോ ഹ്യൂമൻ അല്ലേ, ഹീ ഹാസ് ആൻ അതർ പ്ലാൻ. അതെന്താ ഇയാൾ എൻ്റെ സിനിമ ചെയ്യാത്തതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല, വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ സിനിമ പടക്കളം തന്നെ ഞാൻ വേറെ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുള്ളതാണ്. അവർക്ക് അവരുടേതായ റീസണിങ് ഉണ്ടാവാം, മനസ്സിലായി? ആ റീസണിങ് എനിക്കറിയാം, പക്ഷേ അത് ജെന്യുവിൻ ആണ് അല്ല എന്ന് വിശ്വസിച്ച് അവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അല്ല. നമ്മളപ്പോൾ അതിന് വാശി പിടിക്കണ്ട. അപ്പം ആക്ടേഴ്സിനെ കിട്ടുക, ഇതെല്ലാം, അതായത് ഒരു ആക്ടറിൻ്റെ ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ആ സിനിമയിൽ തന്നെ അഭിനയിക്കേണ്ട നമ്മൾ വിചാരിക്കുന്ന മറ്റേ ആക്ടറിന് ആ ഡേറ്റ് കോമ്പിനേഷൻ കിട്ടണമെന്നില്ല, ഇല്ലേ? അപ്പോൾ അതിനെ ഒന്ന് ആക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആക്ടേഴ്സ് ഡേറ്റ് കിട്ടി, ആക്ടർ ഡേറ്റ്സ് കിട്ടി, പിന്നെ ഇതിൻ്റെ പ്രോപ്പറായിട്ടൊരു ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്ററാണ് അല്ലേ. പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ പലയിടത്ത് നിൽക്കുന്ന പല ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത് ചെയ്യാം. പണ്ടെല്ലാരും വിചാരിച്ച പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ വെറുതെ പൈസ മുടക്കുന്ന അല്ല. യു ആർ ദ 1 point contact. You are the 1 point contact. So director will have director's team. Then music director will have his team. Camera department will have his team. The production department will have his team. And ഇതിനെ എല്ലാവരുടെയും 1 point contact എന്ന് പറയുന്ന എല്ലാവരുടെ കയ്യിലുള്ള ഒരു നമ്പർ ഇതാണ്. അപ്പോൾ ഒരു വണ്ടി വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്താലും ആക്ടേഴ്സ് വിളിച്ചിട്ട് ചോദിക്കുന്നത്, ചേട്ടാ ഇനി എന്താ ചെയ്യാം? അപ്പം ഞാൻ പറയും, മഴ പെയ്ത ആന എന്താ ചെയ്യുക?
നനയും, നമുക്ക് നനയാൻ കുറച്ച്. ഡയറക്ടർ വിളിച്ച് ചോദിക്കും എന്താ ചേട്ടാ ഇനി ചെയ്യേണ്ടത്. എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇപ്പോഴും മിഥുൻ വിളിച്ചിട്ട് ചേട്ടാ എന്തായി, ഞാൻ പറഞ്ഞാൽ അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകാം, തമിഴ്നാട്ടിൽ മഴയില്ല. വി ഷുഡ് നോട്ട് ഫോൾ. ഓക്കെ, നമ്മളെപ്പോഴും നമ്മൾ ആ ബോൾഡ് ഇമേജ് മനസ്സിൽ ചിലപ്പോൾ തകർന്നിരിക്കുകയായിരിക്കും, പക്ഷെ നമ്മൾ തകർന്നാൽ നമ്മുടെ ടീം തകർന്നു. തമാശ പറഞ്ഞിട്ട് അപ്പോഴും തമാശ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആടിറ്റൂലൊക്കെ നല്ല മഴ പെയ്ത് ഡേറ്റ് കുളവായി, എല്ലാം കുളവായി. അപ്പോൾ പെട്ടെന്നൊന്ന് മഴ നിൽക്കുമ്പോൾ മിഥുൻ പറയും കമ്പനി ആർട്ടിസ്റ്റിനെ വിളിക്കുക, ആ സീൻ ഷൂട്ട് ചെയ്യാം. അതായത് ഞാനവിടെ എപ്പോഴും സെറ്റിലുണ്ടല്ലോ, മറ്റുള്ളവരാരില്ല. അപ്പോൾ കമ്പനി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ റോഡിലൊക്കെ പോയി പല സീനുകൾ, ഞാൻ ഏറ്റവും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് മിഥുൻ പറയുന്നത് മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് റോഡിലുണ്ടെങ്കിൽ പോയിട്ട് ആ ഇരുമ്പ് അബ്ദുള്ള വിളിക്കുന്ന സീൻ എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ഒന്നും ചിന്തിക്കട്ടെ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ബാധട്ടാ, ബാക്കി നമുക്ക് ആരൊക്കെ. അപ്പോഴാണ് ആ മറ്റേ കോള് അവിടെ, ബിക്കോസ് അതിൽ വേറെ ആരുടെ ആവശ്യമില്ല, എൻ്റെ നോബിയുടെ മാത്രമേ. അപ്പം പുള്ളി ഒരു ട്രൂ കോളർ നോക്കിയിട്ട് ഇരുമ്പ് അബ്ദുള്ള കോളിങ്. അപ്പം പറയും, അപ്പോൾ അവിടെ നിന്ന് മാമക്കോയ ചേട്ടൻ പറയും, ആ ഡയലോഗ് പറയും ഇതൊരു അനോണിമസ് കോളാണ്, അപ്പം നമ്മൾ വേണ്ട ഇയാൾ പേര് പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി എന്ന്. ആ സീനൊക്കെ അങ്ങനെ അത്രയും ടെൻഷനുള്ളപ്പം ഷൂട്ട് ചെയ്തിട്ടുള്ള സീനുകളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ആർട്ടിസ്റ്റുകളെയും ഈ കോർഡിനേഷനും എല്ലാം എടുത്ത് നമ്മൾ സെറ്റിലേക്ക് വരുന്നു അല്ലേ. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാം അല്ലേ. മഴ പെയ്യാം, ഒരാൾക്ക് അസുഖം വരാം, ഡയറക്ടർക്ക് പനി വരാം അല്ലേ, ഒരു ആക്ടർക്ക് ഇത് വരാം, പല പല പ്രശ്നങ്ങൾ അവിടെ വരാം, ലൊക്കേഷൻ പ്രശ്നങ്ങൾ വരാം, ചിലപ്പം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ വരാം. അവിടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളിത് സോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം ഉണ്ടാവില്ല, പെർമിഷൻ ഇഷ്യൂസ് വരാം. ആ സെറ്റിൽ എന്തെങ്കിലും നമ്മൾ യൂണിറ്റ് 120 പേര് പോകുന്നതാണ്, അവിടെ എന്തെങ്കിലും നശിപ്പിച്ചാൽ അത് പ്രശ്നമാണ്. അങ്ങനെയുള്ള ഓരോ ദിവസവും ഈ പ്രശ്നങ്ങൾ, ലോഡിങ് അൺലോഡിങ് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഇപ്പോഴും ഉണ്ട്, കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. ഇത് സോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മഴയോ വല്ല ആക്സിഡൻസോ, പ്രോബ്ലം സോൾവിങ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്നു അല്ലേ. ഈ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനൊരു റിലീസ് ഡേറ്റ് വേണം. ഈ റിലീസ് നമ്മൾ കേരളം എന്ന് പറയുന്നത് 200ഓളം സിനിമകൾ ഇറങ്ങുന്ന ഒരു കൊച്ചു സ്റ്റേറ്റ്. അത് ഇത്രയും സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ആളുകൾക്കൊരു അത്ഭുതമാണ്. പക്ഷേ ആകെ ഇത്രയും ആൾക്കാരേ ഉള്ളൂ ഇവിടെ, ഇത്രയും തിയേറ്ററേ ഉള്ളൂ. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഇറങ്ങുന്ന അതേ നമ്പർ ഓഫ് സിനിമകളാണ് ഇവിടെ ഇറങ്ങുന്നത്, 4 സിനിമകൾ 5 സിനിമകൾ. അപ്പം ഇതിനെല്ലാം ഫൈറ്റ് ചെയ്ത് തിയേറ്റർ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. അതിൻ്റെ ഇടയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. മാർക്കറ്റിംഗ് എന്ന് ഇത്രയേറെ ക്ലട്ടർ ഉള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും ക്ലട്ടറുള്ള ഒരു റീജിയൻ വേറെ കൺട്രിയിൽ എവിടെ ഇല്ല. അത് ഇത്രയും ആൾക്കാരത് ഫോളോ ചെയ്യുന്നു. ആ ഫോളോ ചെയ്യുമ്പോൾ അവർ ഒരുപാട് കണ്ടൻറ്റ്, എല്ലാ കണ്ടൻറ്റും കാണുന്നു. അപ്പം നമുക്ക് ഒരു സിനിമ അതിലൂടെ മാർക്കറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. അതായത് 40ഓളം കണ്ടൻറ്റ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴാണ് ഒരു സാധാരണ സിനിമ വരുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ട. അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അതിനെ ഫോളോ ചെയ്ത് അവർ തന്നെ അത് മാർക്കറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് വെൻ യു ഹാവ് എ സ്റ്റാർ. വെൻ യു ഡോണ്ട് ഹാവ് എ ബിഗ് സ്റ്റാർ ഇൻ യുവർ ഫിലിം, ദെൻ ഇറ്റ് ഈസ് എ വെരി ടീഡിയസ് പ്രോസസ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ സിനിമേൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്രോഗ് ഇൻ ദ വെൽ എന്ന് പറയുന്ന ഒരു മൂഡിലേക്ക് എത്തും. ലൈക്ക് വി ബിലീവ് ദറ്റ് എവ്രിബഡി നോസ് അബൌട്ട് അവർ ഫിലിം. നമുക്ക് നമ്മൾ വി ഈറ്റ്, ഡ്രിങ്ക്, സ്ലീപ്പ്, എവ്രിതിങ് അബൌട്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, കഴിക്കുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. നമ്മൾ വിചാരിക്കും എല്ലാവർക്കും നമ്മുടെ സിനിമയെക്കുറിച്ച് അറിയാം, ഇനിയിപ്പം അങ്ങോട്ട് ഇറക്കിയാൽ മതി, അവിടെ ജനങ്ങൾ ഇടിച്ചങ്ങോട്ട് കയറും. ഒരു കാര്യമില്ലാണ്ട് നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അമ്പലത്തിലോ വല്ലതും ഒന്ന് പോകുമ്പോൾ അവിടെ പരിചയക്കാരെ കാണുമ്പോൾ ഇപ്പോൾ പടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. നമ്മളിങ്ങനെ ഒന്ന് ഷോക്കാവും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, നാളെ പടം ഇറങ്ങുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം. എല്ലാവരും ഒന്ന് അറിഞ്ഞു, ഇപ്പോൾ പടമൊന്നും ഇല്ലേ, എന്താ പുതിയ പരിപാടികൾ. അപ്പം ഞാൻ പറയാം ഇങ്ങനെ പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമ, അതിലാരാ എന്ന് അതിലും വലിയ കോമഡി ഉണ്ട്.